വാർത്തകൾ തുടരുന്നു. വാടാനപ്പള്ളിയിൽ ദേശീയപാതയിലെ അനധികൃത കുടിയേറ്റങ്ങളും പെട്ടിക്കടകളും ഒഴിപ്പിച്ചു തുടങ്ങി. വിവിധ കക്ഷി നേതാക്കൾക്കും വ്യാപാരികൾക്കും നേരത്തെ നോട്ടീസ് നൽകിയതിനു ശേഷമാണ് ഒഴിപ്പിക്കൽ തുടങ്ങിയത്. പെട്ടിക്കടകൾക്ക് സാധനങ്ങൾ മാറ്റി ഒഴിഞ്ഞുപോകുന്നതിന് രാവിലെ 11 വരെ സമയം നൽകിയിരുന്നു. 11-ന് ശേഷവും ഒഴിഞ്ഞുപോകാത്ത സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ് അധ്യക്ഷയായി. ഹൈവേ ഉദ്യോഗസ്ഥൻ KP അശോകൻ, വാടാനപ്പള്ളി SI KS സന്ദീപ്, ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. പഞ്ചായത്തിൽ അനധികൃതമായി ഷെഡുകൾ വച്ചുകെട്ടാൻ സമ്മതിക്കില്ലെന്ന് യോഗം തീരുമാനിച്ചു. പഞ്ചായത്തിൽ അടുത്തിടെ തുടങ്ങുന്ന താൽക്കാലിക ഷെഡിൽ വാണിഭ കച്ചവടക്കാർക്ക് മുൻഗണന നൽകുമെന്ന് യോഗം തീരുമാനിച്ചു. ചക്രങ്ങളുള്ള വാഹനത്തിൽ വന്ന് കച്ചവടം നടത്തുന്നതിന് പഞ്ചായത്ത് എതിര് നിൽക്കുന്നില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാതയോരത്തെ ബോർഡുകൾ മാറ്റിയിരുന്നു. ദേശീയപാത 17 കയ്പമംഗലം കാളമുറിയിൽ നിയന്ത്രണം തെറ്റി മിനി ടെമ്പോ മറിഞ്ഞു. ഇന്ന് പുലർച്ചെ 5 മണിക്കായിരുന്നു അപകടം. ആലുവയിൽ നിന്നും കണ്ണൂരിലേക്ക് എണ്ണ കയറ്റി കൊണ്ടുപോവുകയായിരുന്ന മിനി ടെമ്പോയാണ് മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന പരിപാടിയിലെ ഒരു വാർഡിൽ ഒരു വിള എന്ന പദ്ധതി 13-ാം വാർഡിൽ ഏങ്ങൂർ മോഹനന്റെ വീട്ടുവളപ്പിൽ വെള്ളരി നട്ടുകൊണ്ട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ അധ്യക്ഷയായി. കയ്പമംഗലം ബീച്ച് കൈതവളപ്പിൽ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാലയിടൽ നടന്നു. രാവിലെ പള്ളി ഉണർത്തലോടെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് നിർമാല്യ ദർശനം, ഗണപതി ഹവനം, മുളപൂജ, കലശപൂജ, ശീവേലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. പെരിഞ്ഞനം കൊച്ചിപ്പറമ്പത്ത് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ഉത്സവം 17, 18, 19 തീയതികളിൽ ആഘോഷിക്കും. 17-ന് മഹാഗണപതി ഹവനത്തോടെ ചടങ്ങുകൾ. തുടർന്ന് രാത്രി 7:30-ന് ബാലി എന്ന ബാലെ അരങ്ങേറും. രാത്രി 10-ന് വിഷ്ണുമായയ്ക്ക് രൂപക്കളമെഴുത്തും പാട്ടും നടക്കും. തിങ്കളാഴ്ച സമൂഹ മൃത്യുഞ്ജയ ഹവനം, മുത്തപ്പനും വീരഭദ്രസ്വാമിക്കും കളവും പാട്ടും. രാത്രി 8-ന് നൃത്തസന്ധ്യ. 3-ാം ദിവസമാണ് മഹോത്സവം. രാവിലെ 10-ന് എഴുന്നള്ളിപ്പ്, പഞ്ചാരിമേളം, പ്രസാദ ഊട്ട്, അത്താഴപൂജ, സ്പെഷ്യൽ തായമ്പക എന്നിവ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക സമൃദ്ധിക്ക് പുത്തനുണർവ് പകരാൻ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ കവയിത്രി സുഗതകുമാരി ടീച്ചർ എത്തി. KSU പ്രവർത്തകനെ ഇരിങ്ങാലക്കുട SI മർദ്ദിച്ചെന്നാരോപിച്ച് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി. വാടാനപ്പള്ളിയിൽ ദേശീയപാതയിലെ അനധികൃത കുടിയേറ്റങ്ങളും പെട്ടിക്കടകളും ഒഴിപ്പിച്ചു തുടങ്ങി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.